ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കരടികളെ പറ്റിയാണ്. സ്ലോത്ത് ബിയർ, ഏഷ്യാറ്റിക് ബ്ലാക്ക് ബിയർ, നോർത്ത് ഈസ്റ്റ് സൺ ബിയർ, ഹിമാലയൻ ബ്രൗൺ ബിയർ. ഇവയുടെ ശാസ്ത്രനാമം മെലിസസ് പെരിസിനസ് എന്നാണ്. ഇതിൽ സർവ്വസാധാരണയായി എല്ലായിടത്തും കാണപ്പെടുന്ന കരടികളാണ് സ്ലോത്ത് ബിയർ. ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ സ്ലോത്ത് ബിയറുകളെ കാണാം. ഈ കരടികൾ നല്ല ഓട്ടക്കാരൊന്നും അല്ല, വളരെ ആയാസപ്പെട്ട് നടക്കുന്നവരാണ്. പണ്ട് കാലത്ത് നമ്മൾ പഠിച്ചതുപോലെ തേൻ മാത്രമല്ല അവയുടെ ഭക്ഷണം. കരടി ഒരു മിശ്ര ബുക്കാണ്. പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ചിതൽ, ഉറുമ്പ്, പ്രാണികൾ, പക്ഷികൾ, ചില ഉരഗങ്ങൾ, ജീർണിച്ച ശവങ്ങൾ, അഴുകിയ സാധനങ്ങൾ എന്നിവ ഒക്കെ ഇവ ഭക്ഷണമാകും. ഇവർക്ക് ഘ്രാണശക്തി വളരെ കൂടുതലാണ്. ഇവയുടെ വായ്ക്കും പ്രത്യേകതയുണ്ട്. കീഴ്ചുണ്ട് പ്രത്യേക രീതിയിൽ കുറച്ച് വിടർത്തി നിർത്തി മണ്ണിലേക്ക് ഇറക്കി ഉറുമ്പുകളെയും ചിതലുകളെയും അവയുടെ മുട്ടകളും മറ്റും കഴിക്കുന്നത് ശബ്ദത്തോടുകൂടി വലിച്ചെടുക്കുകയാണ്. അപ്രകാരം അവയെ വലിച്ചെടുക്കുമ്പോൾ മൂക്കിൽ കയറാൻ സാധ്യതയുള്ളതിനാൽ അവയുടെ മൂക്ക് അവർക്ക് പൂർണ്ണമായും അടച്ചു പിടിക്കാനായി സാധിക്കും. കരടികൾക്ക് കാഴ്ചശക്തി അത്രമേ മെച്ചപ്പെട്ടതല്ല, എന്നാലും കളർ വിഷൻ ഉണ്ട്. മരങ്ങളിലെ പഴങ്ങൾ പഴുത്തതാണോ പച്ചയാണോ എന്നെല്ലാം തിരിച്ചറിയാൻ സാധിക്കും. നല്ല മരം കയറ്റക്കാരാണ് കരടികൾ. ഇവയുടെ കൈകളിലുള്ള കൂർത്ത നഖങ്ങൾ വളരെ ശക്തിയും ഉള്ളതാണ്. യഥാർത്ഥത്തിൽ കരടികൾ മനുഷ്യരുടെ മുൻപിൽപ്പെട്ടാൽ ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. പ്രതികരണ സ്വഭാവവും ചിലപ്പോൾ കാണിക്കാറുണ്ട്. കരടികൾ മരത്തിൽ കയറി അവിടെയുള്ള തേനീച്ചകളുടെ തേനടകളിൽ നിന്ന് അതിൻ്റെ ലാർവകളെ ഭക്ഷിക്കുന്നതിനാണ് അവ മരത്തിൽ കയറുന്നത്. അതോടുകൂടി അതിലെ തേനും ഭക്ഷിക്കുന്നു എന്ന് മാത്രം. അധികവും കരടികളുടെ ഇരതേടൽ രാത്രിയിലാണ്. മുഷിഞ്ഞ കറുപ്പ് നിറത്തിലുള്ള രോമങ്ങളാണ് ഇവയുടെ ശരീരത്തിലുള്ളത്. വട്ടച്ചെവിയിന്മേലും രോമങ്ങൾ നിറയെ കാണാൻ കഴിയും. സ്ലോത്ത് ബിയറുകളുടെ നെഞ്ചുഭാഗത്ത് വി എന്ന വൈ അടയാളം ഉണ്ടായിരിക്കും. ഈ അടയാളമാണ് പാണ്ടയിൽ നിന്നും ഇവയെ തിരിച്ചറിയാൻ കഴിയുന്നത്. പിൻകാലിൽ തല ഉയർത്തി നിവർന്നു നിൽക്കുന്ന സ്വഭാവം കാണിക്കാറുണ്ട്. ഷഡ്പദങ്ങൾ, കീടങ്ങൾ, ചെള്ളുകൾ മുതലായവ അവയുടെ രോമങ്ങളിൽ ശല്യമുണ്ടാക്കുമ്പോൾ മരങ്ങളിൽ ഉരച്ചു കളയാനായിരിക്കും അപ്രകാരം ചെയ്യുന്നത്. ഭക്ഷണം ലഭ്യതയ്ക്കനുസരിച്ച് കരടികൾ അവയുടെ താമസ വിസ്തൃതി 6 ചതുരശ്ര കിലോമീറ്റർ മുതൽ 200 ചതുരശ്ര കിലോമീറ്റർ വരെ ഉപയോഗിക്കാറുണ്ട്. സസ്തനികളിൽ വെച്ച് ഒരു പക്ഷേ കരടികൾക്കായിരിക്കും കൂടുതൽ ഘ്രാണശക്തി ഉള്ളത്. ഈ ഘ്രാണശക്തിയുള്ളതിനാൽ ഇണകളെ കണ്ടെത്തുന്നതിനും മക്കൾ എവിടെയാണ് എന്ന് തിരിച്ചറിയുന്നതിനും ശത്രുക്കളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്തുന്നതിനും ഇവ സഹായിക്കുന്നു. ഓർമ്മശക്തി കരടികൾക്ക് കൂടുതലാണ്. ഓരോ വഴികളും റൂട്ട് തെറ്റാതെ നടക്കാനും അതേ വഴിയിൽ തിരിച്ചു വരാനുമുള്ള കഴിവുമുണ്ട്. കരടികൾ ഏകാന്ത സഞ്ചാരികളാണ്. ഇണചേരൽ കാലത്താണ് പെൺകരടികളുമായി കൂട്ടുകൂടാറുള്ളത്. 6 മാസത്തോളമാണ് ഇവയുടെ പ്രസവകാലം. 1, 2, ചിലപ്പോൾ 3 കുഞ്ഞുങ്ങൾ ഉണ്ടാകും. പെൺകരടി മാളങ്ങൾ ഉണ്ടാക്കി അതിലാണ് കുഞ്ഞുങ്ങൾ ജനിപ്പിക്കുന്നത്. സസ്തനികളിൽ ഏറ്റവും അധികം മാതൃസ്നേഹം കാണിക്കുന്നത് പെൺകരടികൾ ആയിരിക്കും. ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കണ്ണ് കീറിയിട്ടുണ്ടാവില്ല. കുറേ മാസങ്ങളോളം അമ്മയുടെ ചുമലിൽ ഏറ്റിക്കൊണ്ടാണ് കരടി കുട്ടികളെ വളർത്തുന്നത്. മുരൾച്ച, അലർച്ചകൾ, ചെനക്കല്ലുകൾ മുതലായവ ഉപയോഗിച്ചാണ് കരടി കുഞ്ഞുങ്ങളുമായി ആശയവിനിമയം നടത്തുന്നത്. സർക്കസുകളിലും മറ്റും കരടികളെ മെരുക്കിയെടുക്കാറുണ്ട്. വടക്കേ ഇന്ത്യയിലെ നാടോടികൾ കരടികളുടെ അരയിൽ കയറുകെട്ടി സർക്കസ് പ്രകടനം നടത്തുന്നത് കാണാറുണ്ട്. ധ്രുവക്കരടികൾ പൂർണ്ണമായും മാംസാഹാരമാണ് കഴിക്കുന്നത്. അവയുടെ കരുത്തുള്ള നഖങ്ങൾ തന്നെയാണ് അവയുടെ കായിക ശക്തി
ആ ശക്തിയുള്ള നഖങ്ങൾ കൊണ്ട് മാരകമായ മുറിവേൽപ്പിക്കാൻ കരടികൾക്ക് സാധിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.